അമേരിക്കയുടെ 250-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ദൈവത്തിന് കീഴിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ രാജ്യത്തെ പുനഃസമർപ്പിച്ച് ഉന്നത US നേതൃത്വം വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ നടന്ന റീഡെഡിക്കേറ്റ് 250 1776 മെയ് 17 നടന്ന വിപ്ലവ യുദ്ധത്തിന് മുന്നോടിയായി അമേരിക്കൻ കോളനികളുടെ കോണ്ടിനെന്റൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായിരുന്നുവെന്ന് ഫോക്സ് ന്യൂസ് അഭിപ്രായപ്പെട്ടു. 1776-ലെ പ്രാർത്ഥനാ ദിനത്തിൽ കൽപ്പനകളുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും കുറിച്ച് ഏറ്റുപറഞ്ഞ് വിലപിക്കാനും ആത്മാർത്ഥമായ അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ദൈവത്തിന്റെ നീതിനിഷ്ഠമായ പ്രീതിക്ക് പാത്രമാകാനും യേശുക്രിസ്തുവിന്റെ യോഗ്യതകളിലൂടെയും മധ്യസ്ഥതയിലൂടെയും അവന്റെ ക്ഷമയും കരുണയും നേടാനും രാഷ്ട്ര നേതാക്കൾ അന്ന് ആഹ്വാനം ചെയ്തിരുന്നു. മെയ് 17 നടന്ന പരിപാടിയിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, കർദിനാൾ തിമോത്തി ഡോളൻ, ബിഷപ്പ് റോബർട്ട് ബാരൻ, ദി ചോസൻ പരമ്പരയിലെ ജോനാഥൻ റൂമി എന്നിവർ പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം അമേരിക്ക റീഡ്സ് ദി ബൈബിളിനായി നൽകിയ വീഡിയോ സന്ദേശം പ്രദർശിപ്പിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ഓരോ അധ്യായത്തിലും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ മഹത്വത്തിന്റെ അടിസ്ഥാനമെന്ന് കർദിനാൾ തിമോത്തി ഡോളൻ പറഞ്ഞു. ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും ആഴമേറിയ മൂല്യങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ജനമെന്ന നമ്മുടെ സത്വത്തിൽ വേരൂന്നിയതാണ്. നമ്മൾ അമേരിക്കൻ പൗരന്മാർ മാത്രമല്ല, ഒരു ദിവസം സ്വർഗത്തിലെ പൗരന്മാരാകാൻ നാം ബാധ്യസ്ഥരാണെന്നും കർദിനാൾ ഊന്നി പറഞ്ഞു. നല്ല പൗരന്മാരുടെയും സൈനികരുടെയും കടമകൾ നാം തീക്ഷ്ണതയോടെ നിർവഹിക്കുമ്പോൾ ദേശസ്നേഹത്തിന്റെ വിശിഷ്ട സ്വഭാവത്തിന് കൂടുതൽ വിശിഷ്ടമായ ക്രിസ്തീയ സ്വഭാവം ചേർക്കുന്നത് നമ്മുടെ പരമോന്നത മഹത്വമായിരിക്കണമെന്ന് അമേരിക്കയുടെ സ്ഥാപക പിതാവും ആദ്യ പ്രസിഡന്റുമായ ജോർജ് വാഷിംഗ്ടണിനെ ഉദ്ധരിച്ചുകൊണ്ട് കർദിനാൾ വ്യക്തമാക്കി. ഈ വർഷം ജൂൺ 12 രാജ്യത്തെ ബിഷപ്പുമാർ അമേരിക്കയെയും അമേരിക്കൻ ഐക്യനാടുകളെയും യേശുവിന്റെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയത്തിന് സമർപ്പിക്കുമെന്ന് സദസ്സിനെ അറിയിക്കാനും കർദിനാൾ അവസരം ഉപയോഗിച്ചു. അമേരിക്കൻ ജനത എന്നും പ്രാർത്ഥനയുടെ ഒരു ജനതയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അതിന് ദൈവത്തിന് നന്ദിയെന്നും സംഗമത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഒരേ ഒരു നമ്പർ 1 അത് ദൈവമാണെന്നും US ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് തുളസി ഗബാർഡ് കൂട്ടിച്ചേർത്തു. കർത്താവെ, അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വർഷത്തിൽ ദൈവത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രമായി അമേരിക്കൻ ഐക്യനാടുകളെ ഇതിനാൽ പുനഃസമർപ്പിക്കുന്നു. കൂടാതെ അമേരിക്കൻ മാതൃരാജ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങണമെന്ന് അപേക്ഷിക്കുന്നുവെന്നും പ്രാർത്ഥന ഉപസംഹാരവേളയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ US പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ദൈവത്തിലുള്ള ആശ്രയത്വ പ്രഖ്യാപനത്തിന് തുല്യമാണെന്ന് വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജിഷിന്റെ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് ബിഷപ്പ് റോബർട്ട് ബാരൻ വ്യക്തമാക്കി.